ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമവചന ധ്യാനം ക്ലാസ് 51. ആദാമിൻ്റെ വംശാവലി. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദാമിൻ്റെ വംശപരമ്പരയുടെ ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് അവനെ ഉണ്ടാക്കിയത്. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവരെ ആദാം എന്ന് വിളിക്കുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവന് തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദാം 800 വർഷം ജീവിച്ചിരിക്കുകയും അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ജനിക്കുകയും ചെയ്തു. ആദാമിന് ജീവിതകാലം 930 വർഷമാണ്. 930 വർഷമൊക്കെ ആദാം ജീവിച്ചോ എന്ന് സംശയം തോന്നാം. നമുക്ക് അതിൻ്റെ വ്യാഖ്യാനമൊക്കെ ഒന്ന് കേൾക്കാം. ഇത് 5-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായം. 9 ആദിജാതന്മാരുടെ പട്ടികയാണ് നമ്മളവിടെ കാണുന്നത്. സേത്ത്, ഏനോഷ്, കെയ്നാൻ, മഹാലലേൽ, യാരെദ്, ഹനോക്ക്, മെത്തുശല, ലാമക്ക്, നോഹ. ആദാമിനെ കൂടി ഉൾപ്പെടുത്തിയാൽ 10 തലമുറകൾ. വാസ്തവത്തിൽ ആദാം തുടങ്ങി നോഹ വരെയുള്ള കാലയളവ് നികത്തുകയാണ് ഈ വംശപരമ്പരകളിൽ അവതരിപ്പിക്കുന്നതിലൂടെ. സൃഷ്ടി മുതൽ മഹാപ്രളയം വരെയുള്ള നീണ്ട കാലയളവിനെ ഈ 10 തലമുറകൾ കൊണ്ട് നികത്തുകയാണ്. അത്ര വലിയ കാലയളവ് നികത്താനായി ഓരോ പിതാമകനും ദൈർഘ്യമേറിയ ജീവിത കാലയളവ് നൽകിയിരിക്കുകയാണ്. ആദാമിന് 930 വർഷം. അങ്ങനെ ഓരോരുത്തർക്കും ദൈർഘ്യമേറിയ കാലയളവ്. അതായത് ആദാം മുതൽ നോഹ വരെയുള്ള ദീർഘമായ കാലയളവുണ്ട്. ആ കാലയളവ് നികത്താൻ വേണ്ടിയാണ് ഓരോരുത്തരുടെയും വയസ്സ് കൂട്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് വേറെ അർത്ഥങ്ങളുണ്ട്, നമ്മൾ കാണാൻ പോകുന്നു. ഈ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലുമായി 3 വംശാവലികൾ കാണാം. 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളും 17 മുതൽ 24 വരെ വാക്യങ്ങൾ നോക്കുക. 4-ാം അധ്യായത്തിൽ 25-26 നോക്കുക. പിന്നെ 5-ാമത്തെ അധ്യായം 1 മുതൽ 32 വരെ നോക്കുക. 3 വംശാവലികൾ. 2 ആദാമിൻ്റെ ആദ്യ സന്തതി സേത്തും 1 കായീനുമാണ്. ആദാം, കായീൻ, ഹനോക്ക്, ഇരാദ്, മെഹുയായേൽ, മെത്തുശായേൽ, ലാമക്ക്. ഇങ്ങനെ ഒരു പട്ടിക പോകുകയാണ്. ലാമക്കിന് 2 ഭാര്യമാര്, ആദായും സില്ലായും. ലാമക്കിന് ആദായിൽ ജനിച്ചവർ യാബാലും യൂബാലും, സില്ലായിൽ തൂബൽ കയ്യനും നാമായും. ഇതാണ് 7 തലമുറകളുള്ള കായിൻ്റെ നിര. ഈ പറഞ്ഞ പട്ടിക. ആദാം, സേത്ത്, ഏനോഷ്, കെയ്നാൻ, മഹലലേൽ, യാരെദ്, ഹനോക്ക്, മെത്തുശല, ലാമക്ക്, നോഹ. 10-ാം തലമുറയിലെ നോഹയ്ക്ക് 3 മക്കള്, ഷേം, ഹാം, യാഫത്ത്. ഇതാണ് 10 തലമുറകളുള്ള സേത്തിൻ്റെ നിര. അപ്പം നമുക്ക് തോന്നും, എന്തിനാണ് പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യങ്ങളായ 2 തരം വംശാവലികൾ? ഒന്ന് കായീൻ്റെ നിര, മറ്റൊന്ന് സേത്തിൻ്റെ നിര. അത് തൊട്ടടുത്ത് 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും. അപ്പം എന്തിനാണ് പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമായിട്ട് തോന്നും ചെയ്യും? കുടുംബത്തിൻ്റെ പൈതൃകവും സിദ്ധികളും കൈമാറുന്നതിനായി മനുഷ്യർ ഒരുക്കിയൊരു സ്ഥാപനമാണ് ആദിജാതൻ്റെ അവകാശം. ദൈവം ആദാമിൻ്റെ ആദിജാതനായ കായീനെ തഴഞ്ഞ് സേത്തിനെ തിരഞ്ഞെടുക്കുന്നു. അതിലൊരു അട്ടിമറി നടത്തുകയാണ് ദൈവം. എല്ലാം സ്ഥാപനവൽക്കരിക്കുന്ന മനുഷ്യന്റെ പദ്ധതികളെ ദൈവം തകിടം മറിക്കുകയാണ്. ദൈവത്തിന്റെ വിസ്മയങ്ങൾക്ക് ഇടം കൊടുക്കാൻ മനുഷ്യൻ തയ്യാറാകണമെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യനുണ്ടാക്കി വെച്ച ഒരു സ്ഥാപനം, ആദിജാതന്റെ കടിഞ്ഞൂൽ പുത്രന്റെ അവകാശം എന്ന് പറഞ്ഞിട്ട് ദൈവം ഈ ആദിജാതന്മെ മാറ്റിയിട്ട് ഇളയ സന്തതിയെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനുണ്ടാക്കിയ ഈ ഒരു സ്ഥാപനവൽക്കരണത്തെ ദൈവം തകിടം മറിക്കുന്നു എന്നൊരർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല ധ്വനികളുണ്ട്. ഞാൻ പലതും അവതരിപ്പിക്കുകയാണ്. കായീൻ്റെ വംശപരമ്പരയും സേത്തിൻ്റെ വംശപരമ്പരയും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ മനോഹരമായിട്ട് എടുത്തു കാട്ടുന്നുണ്ട് ഇവിടെ. പ്രത്യേകിച്ചും 2-ഉം 7-ഉം തലമുറകളിൽ. 2-ാം തലമുറയിൽ കായീൻ പ്രശസ്തി നിലനിർത്താനായി ഒരു നഗരം പണിയുകയും തൻ്റെ മകൻ ഹനോക്കിൻ്റെ നാമം അതിന് കൊടുക്കുകയും ചെയ്തു. നമ്മൾ കണ്ടതാണത്, ഉൽപ്പത്തി 4:17. സേത്തും അവന്റെ മകൻ ഏനോഷും സ്വന്തം മഹത്വം തേടുകയല്ല ചെയ്തത്, യാഹ്വേയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ്. ഉൽപ്പത്തി 4-ാമത്തെ അധ്യായം 25-26 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. 2-ാം തലമുറയിൽ. 7-ാം തലമുറയിലും ഇതുപോലെ തന്നെയാണ്. 7-ാം തലമുറയിൽ കൊലപാതകയും ബഹുഭാര്യത്വത്തിന് ആരംഭകനും എന്ന നിലയിൽ വീമ്പടിക്കുകയാണ് കായീൻ്റെ വംശപരമ്പരയിലെ ലാമക്ക്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഉൽപ്പത്തി 4:18 മുതൽ 24 വരെ. എന്നാൽ സേത്തിന്റെ 7-ാം തലമുറയിലെ ഹനോക്ക് ദൈവത്തോടൊപ്പം നടക്കുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ദുഷ്ടമായ തലമുറയുടെ നിരയാണ് കായീൻ ആരംഭിക്കുകയും തുറന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നത്.
നീതിമാന്മാരുടെ തലമുറയ്ക്കാണ് സേത്ത് തുടക്കം കുറിക്കുന്നതും തുടർന്ന് കൊണ്ടുപോകുന്നതും. അപ്പോൾ കായിന്റെ ദുഷ്ടമായ തലമുറ, സേത്തിന്റെ നീതിമാന്മാരുടെ തലമുറ, അത് കാണിക്കാനാണ്. അപ്പോൾ അതിൽ രണ്ടാം തലമുറ, ഏഴാം തലമുറ ഒക്കെ പ്രാധാന്യത്തോടെ എടുത്തു കാട്ടുകയാണ്. ഈ അടുത്ത അധ്യായത്തില്, അതായത് 6-ാമത്തെ അധ്യായത്തില് മഹാപ്രളയത്തിന്റെ കഥ വർണ്ണിക്കാൻ തുടങ്ങുകയാണ്. കായിന്റെ വംശപരമ്പരയാണ് മഹാപ്രളയത്തിൽ തുടച്ചു നീക്കപ്പെടുന്നത്. നോഹയിലൂടെ സേത്തിന്റെ വംശപരമ്പര സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. കായിന്റെ ദുഷ്ടമായ തലമുറ നീക്കം ചെയ്യപ്പെട്ടു. സേത്തിന്റെ പരമ്പരയിലുള്ള നോഹയുടെ പരമ്പര സംരക്ഷിക്കപ്പെട്ടു. ഉൽപ്പത്തി 5:32, 6-9 കാണാം. മനുഷ്യവംശത്തിന്റെ ഒരു നിരയില് പാപം വർദ്ധിച്ചുകൊണ്ടിരുന്നെങ്കിലും മറ്റൊരു നിരയില് ദൈവചിന്തയുള്ള മനുഷ്യരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ദൈവം തന്റെ അനുഗ്രഹം ഈ നീതിമാന്മാരുടെ തലമുറയിലൂടെ, ദൈവചിന്തയുള്ളവരുടെ തലമുറയിലൂടെ തുടർന്നു കൊണ്ടുപോകുന്നു ലോകാവസാനം വരെ. പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അബ്രാഹത്തോട് ചർച്ച ചെയ്യാൻ വേണ്ടി ദൈവം ഇറങ്ങി വരുന്നുണ്ട് സോദോം ഗൊമോറയെ നശിപ്പിക്കണമെന്ന്. അപ്പോൾ അബ്രാഹം ചോദിക്കുന്നുണ്ട്, അതങ്ങനെ ഒരു സിറ്റിയെ, ഒരു നഗരത്തെ മൊത്തം നശിപ്പിക്കുന്നത് ശരിയാണോ? അപ്പോൾ ദൈവം പറയും, ഇല്ലേ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ അവിടെ നശിപ്പിക്കില്ല. അങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം 10 വരെ എത്തും. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ നഗരത്തെ നശിപ്പിക്കില്ല എന്ന് ദൈവം വാഗ്ദാനം കൊടുക്കും. അപ്പോൾ അബ്രഹാമിന്റെ ചുമതല എന്താണ്? 10 നീതിമാന്മാരെങ്കിലും ഒരു നഗരത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുക. സൊദോം ഗൊമോരയിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ ആ നഗരത്തെ നശിപ്പിക്കില്ല. നമ്മുടെ ഓരോ ഇടവകയുടെയും ലക്ഷ്യം, ഓരോ രൂപതയുടെയും ലക്ഷ്യം അതാണ്. നീതിമാന്മാരുടെ കുറച്ച് പേരെങ്കിലും നീതിമാന്മാരുള്ളവരോട് വേണം. അവരെ പ്രതി എല്ലാവരെയും ദൈവം ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പോൾ നീതിമാന്മാരുടെ പരമ്പരയിലൂടെ ദൈവം തന്നെ അനുഗ്രഹം തുടർന്നു കൊണ്ടുപോകുന്നു ലോകാവസാനം വരെ എന്നാണ് എൻ്റെ അർത്ഥം. ഇതാണ് പൊതുവായിട്ടും 5-ാമത്തെ അധ്യായത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിലത്തെ വാക്കുകൾ ചിലത് പരിശോധിക്കാം. ആദാമിന്റെ വംശപരമ്പര, നമ്മൾ വംശാവലി, വംശപരമ്പര, തലമുറ, തലമുറക്കാർ എന്നൊക്കെ മൊഴിമാറ്റം ചെയ്യുന്നത് ഹീബ്രു വാക്ക് തൊളുദോത്ത് എന്നാണ്. തൊളുദോത്ത് കുടുംബ ചരിത്രം എന്നും പരിഭാഷയാകാം. ഇതിങ്ങനെ 10 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കുടുംബചരിത്രം ഉൽപ്പത്തി 2:4, ആദാമിന്റെ കുടുംബചരിത്രം ഉൽപ്പത്തി 5:1, നോഹയുടെ കുടുംബചരിത്രം 10:1. ഇങ്ങനെ 10 കുടുംബങ്ങളുടെ ചരിത്രങ്ങളിലൂടെയാണ് ഉൽപ്പത്തിയുടെ കഥ മുന്നോട്ട് പോകുന്നതും വർണ്ണിക്കുന്നതും. ചരിത്രത്തിലെ ഒരു യുഗം തുടങ്ങുന്നതിനെയാണ് ഒരു യുഗം അല്ലേ, ഒരു യുഗം തുടങ്ങുന്നതിനെ സൂചിപ്പിക്കാനുള്ള സൂത്രവാക്യം അല്ലെങ്കിൽ പ്രമാണവാക്യമാണ് ഈ തൊളുദോത്ത് എന്നുള്ള വാക്ക്. ഇത് ആദാമിന്റെ തൊളുദോത്ത്, വംശപരമ്പര അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ കുടുംബ തലമുറ കുടുംബ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു യുഗമാണ്. ആദാമിന്റെ കാലം ഒരു യുഗം, നോഹയുടേത് മറ്റൊരു യുഗം, അബ്രഹാമിന്റെ മറ്റൊരു യുഗം, ആകാശത്തിന്റെ ഭൂമിയുടെയും കുടുംബ ചരിത്രം അതൊരു യുഗം. ആ ഒരു യുഗം, അതായത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാലയളവ് ആരംഭിക്കുന്നതിനെയാണ് ഈ വാക്ക് ചിഹ്നപ്പെടുത്തുന്നത്. മനുഷ്യവംശത്തിന്റെ ചരിത്രം തന്നെയാണ് ഇവരുടെ കുടുംബചരിത്രം. അത് രക്ഷാചരിത്രമായി പരിണമിക്കുന്നത് എങ്ങനെയാണ്? ആ രഹസ്യമാണ് ഈ ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ വെറും ചരിത്രമല്ല. വെറും ചരിത്രമാണെങ്കിൽ ഈ ബൈബിളിന് വിലയുണ്ടാകില്ല. ചരിത്രത്തെ കർത്താവിന്റെ വചനം കൊണ്ട് വ്യാഖ്യാനിച്ച്, വിശുദ്ധമായ സംഭവങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ച്, അപ്പോഴാണ് അത് തിരുവചനമാകുന്നതും അത് കാലങ്ങളെയും സമയങ്ങളെയും സ്ഥലങ്ങളെയും ഒക്കെ അതിശയിക്കുന്ന തരത്തിൽ അത് ദൈവവചനമായി രൂപാന്തരപ്പെടുന്നതും. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകാം. സേത്തിലൂടെയാണ് ആദാമിന്റെ വംശാവലി മുന്നോട്ട് പോകുന്നതെങ്കിലും പല പേരുകളും കായിന്റെ വംശാവലി ഉള്ളവയുമായി സാമ്യം പുലർത്തുന്നുണ്ട്. ഉൽപ്പത്തി 4:17-24 ചില വാക്കുകൾ ഇവിടെയും കാണുന്നുണ്ട്. പൂർവികരുടെ പേരുകൾ തന്നെ മക്കൾക്കോ പേരക്കിടാങ്ങൾക്കോ നൽകാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരേപോലുള്ള പേര് കാണുമ്പോൾ രണ്ടും ഒരാളാണെന്ന് വിചാരിക്കരുത്. രണ്ടും 2 തലമുറയാണ്. പേരുകൾ സാമ്യമുണ്ടെന്ന് കരുതി ആളൊന്നല്ല. ഇനി ഓരോ പൂർവ്വപിതാവിനെ സംബന്ധിക്കുന്ന വിവരങ്ങളിൽ 4 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ആ പൂർവ്വപിതാവിന്റെ പേര്. പിന്നെ രണ്ടാമത്തത് കടിഞ്ഞൽ പുത്രൻ ജനിച്ച സമയത്ത് അദ്ദേഹത്തിന് എത്ര പ്രായം, അതിനുശേഷം എത്ര വർഷം കൂടി ജീവിച്ചു, മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പറയണേ. പൂർവ്വപിതാവിന്റെ പേര്, കടിഞ്ഞൽ പുത്രൻ ജനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം, അതിനുശേഷം അദ്ദേഹം എത്ര വർഷം കൂടി ജീവിച്ചു, മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു. ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഈ കുടുംബചരിത്രം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, കുടുംബചരിത്രം, അതിന് തൊളുദോത്ത് ഈ ഗ്രന്ഥമാണിതെന്ന് പറയുന്നുണ്ട്. ഈ വംശാവലിയുടെ ഗ്രന്ഥം അല്ലെങ്കിൽ കുടുംബചരിത്രത്തിന്റെ ഗ്രന്ഥം സെഫർ എന്നാണ് ഹീബ്രുവില്. ശിലാലിഖിതം, എഴുത്ത്, രേഖ, ചുരുള്, പത്രം, പത്രിക എന്നെല്ലാം അർത്ഥമുണ്ട്.
ഇവിടെ സാഹിത്യ ഭാഗമെന്നോ പട്ടികയെന്നോ ഒക്കെ ധ്വനിയുണ്ട്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഇവിടെ സാഹിത്യ ഭാഗം അല്ലെങ്കിൽ പട്ടിക എന്നൊക്കെ അർത്ഥമുണ്ട്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പനും മക്കളോടുള്ള ബന്ധം അവതരിപ്പിക്കുന്ന ഒരു പദസമുച്ചയമാണിത്. ഉൽപ്പത്തി 1:26 നമ്മൾ വളരെ വിശദമായി കണ്ടതാണ്. അതായത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അപ്പനും മക്കളുടെ ബന്ധം കാണിക്കാൻ വേണ്ടി. നമ്മൾ പറയില്ലോ, അപ്പൻ്റെ അതേ മൂക്ക്, അമ്മയുടെ അതേ ചെവി എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ദൈവത്തിനൊരു ശരീരം ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെ ഇരിക്കും. ഓരോ മനുഷ്യൻ നോക്കിയാൽ അങ്ങനെ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പൊ നമുക്ക് എന്തുമാത്രം മനുഷ്യരായ ഏതാളും 800ഓളം കോടി മനുഷ്യരുണ്ട്. അവർക്കെല്ലാം വേറെ ഷേപ്പാണ്. എത്രയോ കോടി മരിച്ചുപോയി, എത്ര കോടി വരാനിരിക്കുന്നു. എല്ലാവർക്കും വ്യത്യസ്തമായ രൂപമാണ്, വ്യത്യസ്തമായ DNA ആണ്, വ്യത്യസ്തമായ ഫിംഗർ പ്രിന്റ് ആണ്. ദൈവത്തിന്റെ ഛായയുടെ വൈപുല്യം ഇല്ലേ, നോക്കിയാൽ എന്തുമാത്രമാണെന്ന്. ശരിക്കും ദൈവത്തിന്റെ ഛായയിലാണ് നമ്മൾ പറയാം. ദൈവം ആദാമിന് പേരിട്ടതുപോലെ ആദാം തന്റെ മകന് പേരിടുന്നു. അത് ഉടമസ്ഥാവകാശം കൂടി സ്ഥാപിക്കുകയാണ്. ദൈവത്തിന്റെ ഛായയും സാദൃശ്യം മക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതേസമയം പേരിടുന്നത് ഒരുതരം അവകാശമുണ്ട്, അപ്പന്റെ അവകാശം. ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മൾ വസ്തുക്കളുടെ ഉടമ എന്ന അർത്ഥത്തിലല്ല, ആ അപ്പന്റെ മകന്റെ അപ്പൻ എന്നുള്ള ആ ഉടമസ്ഥത, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ദൈവത്തിന്റെ ഛായയും സാദൃശ്യം മക്കളിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ആദ്യ പാപം മൂലം ഉളവായ പാപത്തിലേക്കുള്ള ഛായ്ച്ചലും വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതിനാണ് ഉത്ഭവഭാവം എന്ന് നമ്മൾ പറയണേ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടതാണത്. ആദ്യ മനുഷ്യൻ മറ്റെല്ലാ മനുഷ്യർക്ക് മാനദണ്ഡമായിരുന്നെന്നും അവന്റെ തീരുമാനം മനുഷ്യവംശത്തെ മുഴുവൻ ബാധിക്കുന്നതാണെന്നും ആദാമിൽ മറ്റെല്ലാ മനുഷ്യരും ഉൾച്ചേർന്നിരുന്നുവെന്നും അതിനാൽ അവന്റെ പാപം മറ്റെല്ലാവരിലേക്കും വ്യാപിക്കുന്നുവെന്നും അത് ലോകാവസാനം വരെ സംഭവിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ഓരോരുത്തരും ജനിക്കുന്ന അതിൽ നിന്നാണ്. പക്ഷെ അതിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ യേശു എന്ന ആത്മാവിന്റെ മനുഷ്യനിലേക്ക്, സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനിലേക്ക് ഉൾച്ചേർക്കപ്പെടണം. അതാണ് മാമോദീസ. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും മക്കളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു ആദാം. പക്ഷേ പാപം വഴി അവന്റെ സ്വാഭാവിക ദൈവഛായ നിലനിന്നെങ്കിലും ധാർമ്മിക ദൈവഛായ പോയിരുന്നു, നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട ധാർമ്മിക ഛായ, പ്രതിച്ഛായ, അതിലാണ് മക്കൾ ജനിക്കുന്നത്. ഇതിനെയാണ് ഉത്ഭവഭാവം എന്ന് വിളിക്കുന്നത്. ആദാം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും ധിക്കാരത്തിനും അനുസരണക്കേടിനും പരിഹാരമായി കാലദേശങ്ങളുടെ മധ്യേ കുരിശ് ഉയർത്തപ്പെട്ടു. അതാണ് റോമാലേഖനം 5:17-19 പറയണേ. ആ കുരിശിലേക്ക്, കുരിശ് എന്ന് പറഞ്ഞ ആളാണ് സ്ലീവ, യേശുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നതാണ് ഈ മാമോദീസ. ആദാമിനെ കുറിച്ച് പറയുകയാണ്, അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദാമിന് അനാമികരായ ധാരാളം മക്കളുണ്ടായിരുന്നു. അനാമികർ എന്ന് വെച്ചാൽ പേരില്ലാത്തവർ. പേരുള്ളവർ കായേൻ, ഹാബേല്, സേത്ത്. പേരില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ആദ്യമകാലത്ത് വിവാഹം സാധ്യമായത് എങ്ങനെ, ഒരു ജോഡി ദമ്പതികളിൽ നിന്ന് ലോകത്തെ എല്ലാ വംശങ്ങളും ഉത്ഭവിച്ചത് എങ്ങനെ എന്നീ കാര്യങ്ങളൊക്കെ ബൈബിൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ കണ്ടതാണ്. അതായത് ഒരു സ്ത്രീയിൽ നിന്ന് തന്നെ ആയിരിക്കണം മനുഷ്യവംശം മുഴുവൻ ഉണ്ടായതെന്നുള്ള ഒരു തിയറി ശാസ്ത്രത്തിലുണ്ട്. അതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നില്ല. ആദ്യ ദമ്പതികൾക്ക് ധാരാളം മക്കളുണ്ടായി എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ എല്ലാ വംശങ്ങളും എങ്ങനെ ഉത്ഭവിച്ചു, എങ്ങനെയാണ് ആദ്യമകാലത്ത് വിവാഹം സാധ്യമായത്, ഇതെല്ലാം ഈ ഒറ്റ വാക്കുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു വിഷമമുള്ള ഒരു വചനം. 930 വർഷം ജീവിച്ചു. 930 വർഷം. മഹാപ്രളയത്തിന് മുമ്പത്തെ കാലയളവിൻ്റെ സവിശേഷതയെ വിവക്ഷിക്കുന്ന ലാമക്ക് 777 വർഷങ്ങൾ, ഉൽപ്പത്തി 5:31. മെത്തുശലഹ് 967 വർഷങ്ങൾ, ഉൽപ്പത്തി 5:27. അതിന് രണ്ടിൻ്റെ ഇടയിലാണ് ആദാമിൻ്റെ ആയുഷ്കാലം 930. 777 ലാമക്കിൻ്റെ, മെത്തുശലഹ് 967. ഇതിന് രണ്ടിനിടയിൽ ആദാമിൻ്റെ ആയുഷ്കാലം 930. 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയാണ് ദൈവത്തിന്. സങ്കീർത്തനം 94. ആ ദൈവിക ദിനത്തെക്കാൾ അല്പം കുറവാണ് പ്രളയത്തിന് മുമ്പുള്ള പൂർവ്വപിതാക്കന്മാർക്കുള്ളത്. അതാണ് ഒന്നാമത്തെ ദൈവശാസ്ത്രം. 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയാണ് ദൈവത്തിന്. അപ്പൊ ഇവര് 1000 വർഷങ്ങളില്ല. 930, 967, 777. അപ്പോൾ ഈ മഹാപ്രളയത്തിന് മുമ്പുള്ള പൂർവ്വപിതാക്കന്മാരുടെ ആയുസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദിവസം ദൈവത്തിന് 1000 ദിവസം ദൈവത്തിന് ഒരു ദിവസം പോലെ. ആ 1000-ത്തേക്കാൾ ഒരു ഇച്ചിരി കുറവ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ദൈവശാസ്ത്രം. ഇത്രയും ദീർഘതയേറെ ജീവിതകാലം എന്തുകൊണ്ടെന്നതിന് കൃത്യമായൊരു ഉത്തരം നമ്മുടെ കയ്യിലില്ല. ഞാനൊരു ദൈവശാസ്ത്രം പറഞ്ഞെങ്കിലും കൃത്യമായ ഉത്തരം നമ്മുടെ കയ്യിലില്ല. ആധുനിക നരവംശാസ്ത്രം പറയുന്നത് നാം ഇപ്പോൾ മനുഷ്യർ എന്ന് വിളിക്കുന്ന ജീവികളായ ഹോമോ സാപ്പിയൻസ് ഉത്ഭവിച്ചിട്ട് ഒരു കൂട്ടർ പറയുന്നത് 40,000 സംവത്സരായിരുന്നു.
വേറൊരു കൂട്ടരും പറയുന്നു 3 തൊട്ട് 3.5 ലക്ഷം സംവത്സരങ്ങളാണ്. അതിൽ തന്നെ ശാസ്ത്രത്തിന് അത്ര ഉറപ്പൊന്നുമില്ല. അതായത് ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മളെപ്പോലെ ഏകദേശം നമ്മളെപ്പോലുള്ള മനുഷ്യരുണ്ടായിട്ട് മാക്സിമം 3.5 ലക്ഷം വർഷമായി എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇത് മാറിക്കൊണ്ടിരിക്കാം. 40,000 പറഞ്ഞു, ഇപ്പോൾ പറയണു 3.5 ലക്ഷം എന്ന് പറയുന്നു. ഇപ്പോഴും പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ ഇത് അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കും ശാസ്ത്രം. ചരിത്രാതീത ചരിത്രത്തിൽ ആളുകൾ ജീവിച്ചിരുന്നത് വളരെ ചെറിയൊരു കാലയളവാണെന്നും കാലം പുരോഗമിച്ചപ്പോഴാണ് ആയുസിന്റെ ദൈർഘ്യം വർദ്ധിച്ചതെന്നുമാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ നിഗമനം. അതായത് പണ്ട് 50 വർഷമായിരുന്നു, ഇപ്പം അത് 67 70 എന്നൊക്കെ പറയുമല്ലോ. അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്തോറുമാണ് നമ്മുടെ ആയുർദൈർഘ്യം കൂടുന്നതെന്നാണ് ഭൗതിക ശാസ്ത്രം പറയണേ. പക്ഷെ ബൈബിളും പൗരസ്ത്യ സാഹിത്യങ്ങളും നേർ വിപരീതമാണ് ആവിഷ്കരിക്കണേ. ദീർഘതയേറിയ ആയുഷ്കാലമാണ് മഹാപ്രളയത്തിന് മുമ്പ് മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. മഹാപ്രളയത്തിന് മുമ്പ് ജീവിച്ച 10 രാജാക്കന്മാരുടെ വംശാവലി സുമേരിയൻ രാജാക്കന്മാരുടെ പട്ടികയുണ്ട്. ആ രേഖയിൽ അലുലിം എന്ന രാജാവ് 28,900 വർഷം, അലർഗർ എന്ന പേരുള്ള രാജാവ് 36,000 സംവത്സരം രാജ്യം ഭരിച്ചതായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാം അതിശയോക്തിയാണ്, അത്യുക്തിയാണെന്നൊക്കെ പറയാം. പക്ഷെ അതേസമയം ഈ ശാസ്ത്രത്തിനും കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ജീവിത രീതി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് വിശദീകരണം നൽകാൻ പല സമീപന രീതികളുണ്ട്. ഞാനൊരു 4-5 സമീപന രീതികൾ പറയാം. ഒന്ന്, ചിലർ ഈ കാലയളവിനെ മുഖവിലയ്ക്ക് എടുക്കുന്നു. ആദാം 930, സേത്ത് 912, ഏനോഷ് 905, കെയ്നാൻ 910, മഹലിൽ 895, യാരദ് 962, ഹാനോക്ക് 365, മെത്തുശലക 969, ലാമക്ക് 777 എന്നിങ്ങനെ വർഷങ്ങൾ തന്നെ ജീവിച്ചു എന്നാണ് ചിലർ അക്ഷരാർത്ഥത്തിൽ. ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ ആദാം ജീവിച്ചിരുന്നത് അബ്രഹാം ജനിക്കുന്നതിന് ഏകദേശം 2000 വർഷങ്ങൾക്ക് അപ്പുറമാണെന്നും മനുഷ്യവംശത്തിന് ആകെ 600 വർഷത്തെ പഴക്ക ഉള്ളമേ ഉള്ളൂ എന്നും വരും. അതായത് ആദാം ജീവിച്ചിരുന്നത് അബ്രഹാം ജീവിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ്. അബ്രഹാം കഴിഞ്ഞിട്ട് ക്രിസ്തുവിലേക്ക് 2000 വർഷം, 4000, ഇപ്പൊ 2000 ചില്ലാനം. അപ്പൊ മൊത്തം 6000 വർഷം ആയിട്ടുള്ളൂ എന്ന് തോന്നും. അതുകൊണ്ട് ആ സമീപന രീതി അത്ര ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മൊത്തം ഈ 1000 എന്നത് ബൈബിളിലെ 1000 ആണ്, കണക്കിൽ 1000 അല്ല. അങ്ങനെയെങ്കിൽ മൊത്തം ലോക ചരിത്രം അല്ലെങ്കിൽ മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് 8000 വർഷമാണ്. അതിൽ കൃത്യം 4000 വർഷം ആയപ്പോൾ ദൈവം മനുഷ്യനായി. മനസ്സിലായോ? പിന്നെ 3000 കഴിഞ്ഞ് അപ്പോൾ 7000 കഴിഞ്ഞ് 8000ലേക്ക് കടക്കും. 8 എന്ന് പറയുന്നത് യേശുവിൻ്റെ സംഖ്യയാണ്. അപ്പോൾ 8000 എന്ന് പറയുന്നത് യേശുവിൻ്റെ ഭരണമാണ്. 7ാമത്തെ വർഷം 6 മനുഷ്യവംശത്തിൻ്റേത്, 7ാമത്തെ വർഷം സാബത്തിൻ്റേത്. 7000 അതാണ് 7ലേക്ക് വരുന്നത്, സാബത്ത് ആചരിക്കുന്നത്. മൊത്തം 8000, അത് 8 ദിവസത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഓശാനയിൽ നിന്ന് ഉയർപ്പ് നാളിലേക്ക് 8 ദിവസം, ഉയർപ്പ് നാളിൽ നിന്ന് പുതുജാനിലേക്ക് 8. അപ്പോൾ ഈ 8000ത്തിൻ്റെയാണ് 8ലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നത്. അതിൻ്റെ ആ 8000 എന്ന് പറയുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയും വരുന്നതാണ് 8000ാമത്തെ വർഷം. 7000 എന്ന് പറയുന്നത് സാബത്ത് വർഷമാണ്. അങ്ങനെ മൊത്തം 8000 വർഷമുള്ള മനുഷ്യ ചരിത്രത്തെ 8ലേക്ക് ഒതുക്കി അതിൽ തന്നെ 7 സാബത്ത് വർഷം. ഇതേക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ കണക്കാക്കുകയാണെങ്കിൽ ഈ 1000 എന്നുള്ളത് ഒരു പ്രതീകാത്മക സംഖ്യയാണെങ്കിൽ ഇതിന് തീർത്തും തെറ്റെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ 8000 വർഷമുള്ള മനുഷ്യ ചരിത്രത്തിന്റെ ഒത്ത നടുക്ക് ദൈവം മനുഷ്യനായി 4000 വർഷം കഴിഞ്ഞപ്പോൾ. സർ ഐസക് ന്യൂട്ടൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നേ. അപ്പോൾ ബൈബിളിലെ സംഖ്യ എന്ന് കണക്കാക്കണം. അയ്യോ അച്ഛൻ എന്ത് മണ്ടത്തരെ പറഞ്ഞേ, 8000 വർഷമായുള്ളൂ, അച്ഛൻ തന്നെ പറഞ്ഞു 3.5 ലക്ഷം മുമ്പത്തെ വർഷമായി. ഞാൻ പറഞ്ഞത് അതിൻ്റെ പ്രതീകാത്മകതയാണ്. ബൈബിളിൻ്റെതായ ഒരു പ്രതീകാത്മകതയുണ്ട്, ശാസ്ത്രം അവതരിപ്പിക്കാനല്ല. അതിലൂടെ ഈ സംഖ്യകളിലൂടെ ബൈബിളിന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. മനുഷ്യ ചരിത്രം, അതിൻ്റെ സാബത്ത് എന്താണ്, യേശു എന്താണ്, യേശുവിൻ്റെ പുതിയ ആകാശം പുതിയ ഭൂമി എന്താണ്, എന്തിനാണ് ഈ 8000 വർഷം 8 ദിവസത്തിലേക്ക് 8ാം ഇടം അതിലേക്ക് മാറ്റിയത്, എന്തിനാണ് 7 ദിവസത്തിലേക്ക് 6 ദിവസം അധ്വാനിക്കാൻ 7ാം ദിവസം ദൈവത്തിൻ്റെ കൂടെ. ഇതൊക്കെ ദൈവശാസ്ത്രമാണ്. ഈ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ഞായറാഴ്ച നമ്മൾ പണിയെടുക്കുന്നില്ല, ദൈവത്തോടൊപ്പം വിശ്രമിക്കുകയാണ്. അപ്പൊ ഇത് വെറും ഭാവനയല്ല, സങ്കല്പം നമ്മൾ ആരോപിക്കുകയല്ല, നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് അനേകം അറിവുകളുടെ ഒരു ശാഖയാണ്. ആ ഒരു ശാഖ മാത്രം പഠിച്ചിട്ട് ബൈബിൾ എന്ന് പറഞ്ഞ അറിവിൻ്റെ ശാഖയെ നിരാകരിക്കരുത്. ഓരോന്നിനും അതിൻ്റെതായ വിലയുണ്ട്. അത്രയും അംഗീകരിച്ചാൽ ഇതിന് ഭയങ്കരമായ അർത്ഥമുണ്ട്.
ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞത്. രണ്ട്, അവരുടെ ജീവിത കാലയളവിലെ വർഷം എന്നത് മാസമായി കണക്കാക്കിയാൽ പ്രശ്നം തീരുമെന്നാണ് ഒരു കൂട്ടർ പറയണേ. പക്ഷെ ആ രീതി പിന്തുടരുന്നൊരു പ്രശ്നമുള്ളത്, ചിലർ തീരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മക്കളുണ്ടായി എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ട് അത് അത്ര സ്വീകാര്യമായ ഒരു രീതിയല്ല. മൂന്നാമത്തെ ഒരു സമീപന രീതി, ഈ 930 വർഷം ജീവിച്ചു എന്നൊക്കെ പറയുന്നതിന്, തങ്ങളുടെ പൂർവികര് തങ്ങളെക്കാൾ നല്ലവരായിരുന്നെന്നും അതിനാൽ അവർ ദീർഘകാലം ജീവിച്ചുവെന്നും ചിലർ കരുതിയിട്ടുണ്ടാകാം. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഓ പണ്ടൊക്കെ എത്ര കേമായിരുന്നു, ഞങ്ങളുടെ ചെറുപ്പത്തിൽ എത്ര നന്നായിരുന്നു, ഇപ്പൊ കാലം മോശമായി, അപ്പൊ പണ്ടാണ് നല്ല കാലമായിരുന്നു എന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് പണ്ട് ആളുകൾ കൂടുതൽ ജീവിച്ചിരുന്ന നല്ലവരായതുകൊണ്ട് പാപം വർദ്ധിച്ചതനുസരിച്ച് അവരുടെ ജീവിതകാലം ദൈവം വെട്ടിക്കുറച്ച് കൊണ്ടുവന്നു. പക്ഷേ വെട്ടിക്കുറയ്ക്കേണ്ട തോത് എന്താണ്, അത് വ്യക്തമല്ല. അതിനാൽ ഈ സമീപന രീതിയും അത്ര സ്വീകാര്യമല്ല. പൂർവ്വ പിതാമഹന്മാരുടെ ഊർജവും നന്മയും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു ശൈലീ വിശേഷണമാണ് ഈ ദീർഘതയുള്ള ആയുഷ്കാലം എന്നാണ് നാലാമത്തെ ഒരു സമീപന രീതി. തീർത്തും തെറ്റൊന്നുമല്ല, അത് ഒരു പ്രതീകാത്മക അർത്ഥമാണത്. അഞ്ചാമത്തെ ഒരു വ്യാഖ്യാനം, വ്യക്തികളുടെ ആയുഷ്കാലമല്ല ഗോത്രങ്ങളുടെ ആയുഷ്കാലമാണ് നൽകപ്പെട്ടിരിക്കുന്നതെന്നാണ് നാലാമത്തെ സമീപനം. പക്ഷെ ഒരു മറുവാദം ഉന്നയിക്കാം, ആദാം, കായിൻ, ഹനോക്ക്, നോഹ തുടങ്ങിയ ആളുകളുടെ പേരുകളല്ലേ, അതെങ്ങനെ ഗോത്രങ്ങളുടെ കഥയാകും? ശരി തന്നെ. പക്ഷെ ഒരു വ്യക്തിയിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ഗോത്രത്തിന്റെ ചരിത്രം മുഴുവൻ സന്നിവേശിപ്പിക്കാലോ. ഒരാളുടെ കഥ എഴുതുമ്പോൾ അയാളുടെ മാതാപിതാക്കളുടെയും മക്കളുടെയും ചിലപ്പോൾ ബന്ധുക്കളുടെയും കഥകളൊക്കെ ഉൾച്ചേർക്കില്ലേ? അപ്പോൾ ഒരാളിൽ അനേകം പേരുടെ കഥകളുണ്ടാകും. അപ്പോൾ അയാളുടെ ആയുഷ്കാലം കൂട്ടുകയാണ്. ഇപ്പം എൻ്റെ കഥ പറയാമെന്ന് വിചാരിക്കുക. ഞാനിങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വീണതല്ലല്ലോ. അപ്പൻ, അമ്മ, പിന്നെ അപ്പൻ്റെ മാതാപിതാക്കൾ, അമ്മയുടെ മാതാപിതാക്കൾ, എൻ്റെ സിബ്ലിങ്സ്, ഇങ്ങനെ അവരുടെ എല്ലാം കഥ പറഞ്ഞു വരണ്ടേ? അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ തോമസ് ലീഗിലേക്ക് എത്താം, തോമസ് ലീഗ പറഞ്ഞു വരുമ്പോൾ യേശു ക്രിസ്തുവിലേക്ക് എത്താം. അങ്ങനെയൊക്കെ പറയാമല്ലോ. എങ്ങനെയാണ് ക്രിസ്ത്യാനികളായ കഥ പറയുക? ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിന് ഏകദേശം ഒരു 300 വർഷത്തിന് മേലെ ചില രേഖകളുണ്ട് ഞങ്ങളുടെ കുടുംബം നിലനിന്നു എന്നുള്ളതിന്. 300-ന് മേലെ, 360 മറ്റോ വർഷം പള്ളിയിലെ രേഖകൾ വെച്ചിട്ട് ഞാൻ പറയണേ. അപ്പോൾ ആ രേഖകൾക്ക് വെച്ച് വരുമ്പോൾ എൻ്റെ കഥ എഴുതുകയാണെങ്കിൽ ഞങ്ങൾ 9 മക്കളാണ്. അപ്പോൾ ഈ 9 മക്കളുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ ഇത്രയും പേരിലൂടെ ജീവിച്ചു എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കാം. അപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഗോത്രം, അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന തറവാട്, അതിൻ്റെ കഥയാണ് ഒരാളിൽ ആ തറവാടിനെ മുഴുവൻ, ഒരാളിൽ ആ ഗോത്രത്തെ മുഴുവൻ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാദം. അത് കുറെ കൂടി സ്വീകാര്യമാണ്. എങ്കിലും ഏറ്റവും സ്വീകാര്യമായ സമീപന രീതി, മനുഷ്യവംശത്തിന് വളരെയേറെ പൗരാണികതയുണ്ട്. സൃഷ്ടി മുതൽ പൂർവ്വപിതാവായ അബ്രാഹാം വരെയുള്ള മനുഷ്യവംശത്തിന്റെ നീണ്ട കാലയളവ് സൂചിപ്പിക്കാനായി വംശാവലി പട്ടികയിലെ ആളുകൾ ആയുസിന് ദീർഘത കൽപ്പിച്ചിരിക്കുക. അത് സാഹിത്യത്തിലൊരു കഥാകഥന രീതിയാണ്. അത് തീർച്ചയായിട്ടും പ്രതീകാത്മക ഭാഷയാണ്. ആശ്ചര്യമായി കണക്ക് കൂട്ടുന്ന സംഗതിയല്ല. നീണ്ട കാലം കടന്നുപോയി എന്നാണ് അതിനർത്ഥം. അതായത് ആദാം മുതൽ അബ്രാഹാം വരെയുള്ള വളരെ നീണ്ടൊരു കാലയളവുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് പേരുടെ പേരറിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, നിന്റെ അപ്പൻ്റെ പേരെന്താ പറഞ്ഞു, അപ്പൻ്റെ പേരെന്താ പറഞ്ഞു, ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് അതും ചിലപ്പോൾ പറയാൻ പറ്റും. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അതറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ ഒരു 4 തലമുറ അല്ലെങ്കിൽ 5 തലമുറ കഴിഞ്ഞാൽ അതിനപ്പുറത്ത് പുറകോട്ട് പക്കം കറഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ തലമുറ ഈ തോമാശ്ലീഹ മാമോസം മുക്കിയിട്ട് അവിടെ നിന്ന് പകലമറ്റം വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി, ഇങ്ങോട്ട് മാറിപ്പോയി, അങ്ങനെ വന്നതാണ്, ഇങ്ങനെ വന്നതാണ്. അപ്പം നമ്മുടെ കഥ എഴുതുമ്പോൾ തോമാശ്ലീഹയ്ക്ക് എത്താനായിട്ട് ചില ആളുകൾ വായസങ്ങ് നീട്ടും. എന്ന് വെച്ചാൽ നീണ്ട കാലം നീണ്ടുപോയതാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ അത്ര കൊല്ലം ജീവിച്ചെന്നല്ല. ഇങ്ങനെ പലതരത്തിൽ ആണ് ഇതിൻ്റെ സമീപന രീതി. നമുക്ക് മുഴുവൻ ഏതാണ് നമുക്ക് സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക. ഒരു കാര്യം ഓർക്കുക, സന്ദേശത്തിൽ യാതൊരു തെറ്റുമില്ല. 930 വർഷം ജീവിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിച്ചിട്ടില്ലെന്ന് തെളിയിച്ചാൽ ഇത് ബൈബിൾ തെറ്റാണ് എന്നൊന്നും പറഞ്ഞു വരരുത്. ബൈബിളിൽ ശാസ്ത്രമല്ല ഉള്ളത്. ചില സന്ദേശങ്ങൾ, ചില സത്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഷയാണ്. അത് വചനമാണ്, ശാസ്ത്രമല്ല. എന്ന് വിചാരിച്ച് ശാസ്ത്രത്തിന് തീരെ വിരുദ്ധമൊന്നുമല്ല. പക്ഷെ ശാസ്ത്രം പഠിപ്പിക്കാനല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. അത് ഓർത്തുകൊണ്ട് ഇത് വചനമാണെന്നും അതിലൊരു സന്ദേശമാണ്, ദൈവം നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുകയാണെന്നും ആ സന്ദേശത്തിൽ യാതൊരു തെറ്റുമില്ലെന്നും ഉറപ്പിച്ച് പറയാം. ബൈബിളിൻ്റെ സത്യത്തിന്, അതായത് സന്ദേശത്തിൻ്റെ സത്യത്തിന് യാതൊരു തെറ്റുമില്ല. അതാണ് ഇതിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കിതിൽ എന്തുമാത്രം ഞാൻ പറഞ്ഞ ഓരോ പോയിന്റുകളും നമുക്ക് ദൈവശാസ്ത്രപരമായിട്ട് നമുക്ക് വികസിപ്പിക്കാം. നമ്മുടെ ആധ്യാത്മികതയെയും നമ്മുടെ ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന സംഗതികളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ കായിൻ്റെ ദുഷ്ടതലമുറ, സേത്തിൻ്റെ നല്ല തലമുറ, നന്നായിട്ട് ജീവിച്ചൊരു തലമുറ, മക്കൾ,
മക്കള് ജനിച്ചു കഴിഞ്ഞിട്ട് എത്ര നാൾ ജീവിച്ചു, ഇതൊക്കെ നമ്മുടെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബവുമായിട്ടും ജീവിതവുമായിട്ടും വിശ്വാസമായിട്ടും സഭയുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പല പ്രാവശ്യം ധ്യാനിക്കുക, കേൾക്കുക, ധ്യാനിക്കുക. എന്നിട്ട് നിങ്ങളുടേതായ ചില സംഭാവനകൾ, ഈ വചനം വ്യാഖ്യാനിച്ചിട്ട് സംഭാവനകൾ അതെല്ലാം കുറിച്ച് വയ്ക്കുക. നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ബൈബിളെല്ലാം നിങ്ങൾ മക്കൾക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വചനത്തിൽ ജീവിച്ച് വചനം പങ്കുവെച്ച് അങ്ങനെ എല്ലാവരും ഈ വചനത്തിലേക്ക് വരുന്ന ഒരു ദിവസത്തിന് വേണ്ടി സ്വപ്നം കാണുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.